ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല. ഒറ്റ പാനില് ഒറ്റ ട്രേയില് ഒരു സിമ്പിൾ ചോക്ലേറ്റ് ബ്രൗണി. ഇച്ചിരി ലാവിഷായിക്കോട്ടെ. നല്ല ഇതായിട്ടുണ്ട്. വേഗം 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 ചെയ്യാം. ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ഡെസേർട്ടായിട്ടാണ്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ചോക്ലേറ്റ് ബ്രൗണി. ഇന്നൊരു ബ്രൗണി കഴിക്കാനൊരു കൊതി, എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല. ഒറ്റ പാനില് ഒറ്റ ട്രേയില് ഒരു സിമ്പിൾ ചോക്ലേറ്റ് ബ്രൗണി. എന്നാൽ തുടങ്ങിയാലോ? വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇതിപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം തന്നെ അങ്ങ് പറയാം. അപ്പം അത് ആദ്യം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യങ്ങൾ നമുക്ക് സിമ്പിളാണ്. വേഗം 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 ചെയ്യാം. അപ്പം ആദ്യം ഞാൻ പറയാൻ പോണത്, ഞാനിപ്പോൾ എടുത്തേക്കണ ഒരു 140 ഗ്രാം, അതായത് ഒരു 10 ടേബിൾ സ്പൂൺ ബട്ടർ. പിന്നെ ഞാൻ എടുത്തേക്കണത് 1.25 കപ്പ് ഷുഗർ, ഒരു 1/2 കപ്പ് മൈദ. പിന്നെ ഞാൻ എടുത്തേക്കണത് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. നമ്മൾ മൈദ എടുക്കുമ്പോൾ കപ്പളവിലൊക്കെ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്കൂപ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ ഈ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചൊന്ന് തട്ടി വേണം അത് ലെവലാക്കാൻ. നമ്മളിങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യരുത്. മൈദ എപ്പോഴും നമ്മൾ മൈദ എടുക്കുമ്പോൾ എടുക്കുക, ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ആ ടിന്നിലേക്ക് തട്ടിക്കളയാം. അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ചേക്കണ 10 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നു. മീഡിയം ഹീറ്റിൽ മെൽട്ടാക്കുന്നു. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇടുന്നു, മിക്സ് ചെയ്യുന്നു, ട്രേയിലേക്ക് മാറ്റുന്നു. പരിപാടി കഴിയുന്നു. ചെയ്താലോ? അപ്പം നമ്മുടെ ബട്ടർ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ സാധനം ഇടാൻ പോവാണ്. പഞ്ചസാര ഇടാം. അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ കേട്ടോ, അതൊക്കെ തന്നെ ഇടുക. പഞ്ചസാര ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കണത്, ഞാനൊരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തത്. വേണമെങ്കിൽ പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടിയും എടുക്കാം. ഞാനിപ്പോൾ ഇത്ര എടുക്കണുള്ളൂ, 1/4 കപ്പ്. ചോക്ലേറ്റൊക്കെ ഭയങ്കര റിച്ച് ആയിട്ട് വേണമെന്നുള്ളവരൊക്കെ തട്ടിക്കോ 2 സ്പൂൺ കൂടി. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എസൻസ്. വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കാം. ഞാനൊരു ഇച്ചിരി നല്ല ഫ്ലേവർ അങ്ങോട്ട് കൂടിയിരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് ഇച്ചിരി ലാവിഷായിക്കോട്ടെ. വാനില എസൻസ് ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. ഞാൻ വേറൊരു റെസിപ്പി ചെയ്യാറുണ്ട് ബ്രൗണിയുടെ. അതിൻ്റെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അതിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ള റെസിപ്പി. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 2 മുട്ട. ഇതൊന്ന് തണുക്കണം. നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കാൻ പറ്റുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് മുട്ട മിക്സ് ചെയ്യാം. ഓരോ മുട്ടയായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം ഒരെണ്ണം ഇടുക, നല്ലോണം ഇളക്കുക. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഒഴിക്കാനായിട്ട്. മുട്ട നമ്മൾ ഓരോന്നായിട്ട് ഇട്ടു, നന്നായിട്ട് ഇളക്കി എടുത്തു. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1/2 കപ്പ് മൈദ എടുത്തുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നു, ഇളക്കുന്നു. അത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേയിലേക്ക് മാറ്റുക, ഓവനിലേക്ക് വെക്കുക. ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. ഓവൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് അത് തന്നെ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇത് ട്രേയിലേക്ക് മാറ്റുന്നു, വെക്കുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ മേളിൽ ഒന്നും ട്രേയിൽ ഒന്നും ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഹേസൽനട്ട്, എന്ത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ ഈ ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കിത് പ്ലെയിൻ ആയിട്ട് എടുക്കാം. കാരണം നട്ട്സ് ഇട്ടാൽ എൻ്റെ കുഞ്ചുക്കിളി കഴിക്കില്ല. അപ്പോൾ അത് കാരണം ഒന്നും ഇല്ലാണ്ട് അങ്ങ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കട്ടി ഉണ്ടാവും. ഇതുകൊണ്ടോ ഇച്ചിരി കട്ടിയായിട്ടായിരിക്കും ഇരിക്കണം. എന്നാലും സാരില്ല, നമുക്കിതൊന്ന് വച്ച് പുറത്തേക്ക് എടുത്ത് നോക്കാമല്ലോ. അപ്പം നോക്കാം. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓവനിൽ നിന്ന് ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ സാധാരണ ഞാൻ ബ്രൗണി ഉണ്ടാക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഓക്കെയാണ്, രണ്ടും വെച്ച് ചെയ്യാം. പക്ഷെ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കണ എൻ്റെ ഒരു ടേസ്റ്റ് ആവണം എന്നില്ല ഇതിന് കേട്ടോ. കൊക്കോ പൗഡർ വെച്ച് ചെയ്യുമ്പോൾ ടെക്സ്ചറും വ്യത്യാസം ഉണ്ടാവും,
മറ്റതാണ് കുറച്ചും കൂടി ഇതിനേക്കാളൊരു റിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ലുക്ക് വൈസ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി. നല്ല ഫഡ്ജി ആയിട്ടുണ്ട്, അകത്തൊക്കെ നല്ല സോഫ്റ്റാ, നല്ല ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കഴിച്ചൊരു വ്യത്യാസം വന്നത് ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോ ഈ മേളിലത്തെ ടെക്സ്ചറിന് ഒരു വ്യത്യാസം വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണോ? എവിടെ അതിന്റെ കയ്യിലുണ്ടോ? കഴിച്ചോ. മേളിലത്തെ ടെക്സ്ചറിന് ഒരു വ്യത്യാസം വരും, പക്ഷെ അകത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ കയ്യിലില്ലാത്ത കൊക്കോ പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.